നമസ്കാരം, SB ദിസ് വീക്കിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ മരിയ ജോസഫ്. അഭിവന്യമാർ തോമസ് തറയിൽ പിതാവിനും കോളേജ് മാനേജർ വെരി റവറൻഡ് ഫാദർ ആന്റണി ഏത്തക്കാട്ട് അച്ഛനും നവംബർ 28 വ്യാഴാഴ്ച 10 മണിക്ക് കോളേജിൽ സ്വീകരണം നൽകും. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലിത്തയായി ചുമതലയേറ്റ അഭിവന്യ മാർ തോമസ് തറയിൽ പിതാവിന് മാതൃകലാലയത്തിൽ ഉജ്ജ്വല സ്വീകരണം നൽകും. നവംബർ 28-നാണ് ചടങ്ങുകൾ. കോളേജ് അങ്കണത്തിൽ അധ്യാപകരും അനധ്യാപകരും ചേർന്ന് പിതാവിനെ സ്വീകരിക്കും. തുടർന്ന് കാവുകാട്ട് ഹാളിൽ യോഗവും ചാപ്പലിൽ മാർ തോമസ് തറയിൽ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലിയും നടക്കും. സ്വീകരണ പരിപാടികൾക്ക് വിപുലമായ ഒരുക്കങ്ങളാണ് കോളേജ് നടത്തിയിരിക്കുന്നത്. പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിന് വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചതായി പ്രിൻസിപ്പൽ റവറൻഡ് ഫാദർ റെജി പി കുര്യൻ അറിയിച്ചു. SB സുവോളജി അസോസിയേഷന്റെയും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെല്ലിന്റെയും ആഭിമുഖ്യത്തിൽ DNA മോളിക്കുലാർ വകഭേദങ്ങളും ഭാഷയും എന്ന വിഷയത്തിൽ കോളേജിൽ സെമിനാർ സംഘടിപ്പിച്ചു. പ്രശസ്ത ഡച്ച് ഭാഷാ ശാസ്ത്രജ്ഞനും ബേൺ സർവകലാശാലയിലെ മുൻ പ്രൊഫസറുമായ ഡോക്ടർ ജോർജ് വാൻ ഡ്രീം ചടങ്ങിന്റെ മുഖ്യ പ്രഭാഷകനായിരുന്നു. കിഴക്കൻ ഏഷ്യൻ ഭാഷകളിൽ ശ്രദ്ധേയമായ പഠനങ്ങൾ നടത്തിയ അദ്ദേഹം ഫാദർ ടങ് ഹൈപ്പോത്തസിസ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. DNA, ഭാഷ, സംസ്കാരം എന്നിവയുടെ ആകർഷകമായ ബന്ധങ്ങളും അദ്ദേഹം വിശദീകരിച്ചു. മലയാള മനോരമ സമ്പാദ്യം ജിയോജിത് ഫിനാൻഷ്യൽസുമായി ചേർന്ന് SB കോളേജ് കൊമേഴ്സ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓഹരി മ്യൂച്വൽ ഫണ്ട് സെമിനാർ നടത്തി. ഓഹരി വിപണിയിലെ ഇപ്പോഴത്തെ ഇടിവ് താൽക്കാലികമാണെന്നും മികച്ച ഓഹരികളിലെ നിക്ഷേപത്തിലൂടെ ദീർഘകാലയളവിൽ നേട്ടമുണ്ടാവുമെന്നും ജിയോജിത് ചീഫ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റ് ഡോക്ടർ VK വിജയകുമാർ പറഞ്ഞു. കോട്ടയം GMS കോളേജിലെ ബോട്ടണി വിഭാഗവുമായി സഹകരിച്ച് SB കോളേജ് ബോട്ടണി വിഭാഗം സസ്യവർഗീകരണത്തെക്കുറിച്ചുള്ള സമഗ്രമായ പരിശീലനവും ശില്പശാലയും സംഘടിപ്പിച്ചു. കോയമ്പത്തൂരിലെ PSG കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ സസ്യശാസ്ത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ S ആര്യ ക്ലാസുകൾ നയിച്ചു. ക്ലാസ്സിൽ ആധുനിക സസ്യ തിരിച്ചറിയൽ രീതികളെക്കുറിച്ചുള്ള വിവിധ വിഷയങ്ങൾ സെമിനാറിൽ അവതരിപ്പിച്ചു. പരിശീലന സെഷനുകൾ സസ്യവർഗീകരണത്തെക്കുറിച്ചുള്ള സാങ്കേതിക വിദ്യകൾ പ്രയോഗിക്കുന്നതിനുള്ള പ്രായോഗിക അനുഭവം പ്രദാനം ചെയ്തതായി SB കോളേജ് സസ്യശാസ്ത്ര മേധാവി ഡോക്ടർ സാൽവി തോമസ്, CMS കോളേജ് സസ്യശാസ്ത്ര മേധാവി ഡോക്ടർ റോജിമോൻ P തോമസ് എന്നിവർ അറിയിച്ചു. 2024-25 വർഷത്തെ കോളേജ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ തണൽക്കൂട്ടം നവംബർ 18-ന് തണൽക്കൂട്ടം സ്റ്റേജിൽ അരങ്ങേറി. പ്രിൻസിപ്പൽ ഫാദർ റെജി പി കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പസിലെ എല്ലാ കലാകാരന്മാർക്കും തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഒരവസരം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് തണൽക്കൂട്ടം നിലവിൽ വന്നത്. അതിനാൽ തന്നെ എല്ലാവർക്കും അതിനുള്ള അവസരം നൽകുമെന്ന് ആർട്സ് ക്ലബ് സെക്രട്ടറി ആന്റണി ദേവസ്യ പറഞ്ഞു. SB കോളേജിന്റെ ഔദ്യോഗിക ന്യൂസ് പേപ്പർ ക്ലബായ പ്രസ് പാക്കിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഫേസസ് ഓഫ് SBയുടെ ആദ്യത്തെ പ്രോഗ്രാം തണൽക്കൂട്ടം സ്റ്റേജിൽ വെച്ച് നടത്തി. കോളേജിന്റെ ഔദ്യോഗിക ന്യൂസ് പേപ്പർ ക്ലബായ ദ പ്രസ് പാക്കിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പരിപാടിയിൽ ക്ലബിന്റെ ഫാക്കൽറ്റി കോർഡിനേറ്ററും അധ്യാപികയുമായ മിസ് അതുല്യ ജോസ് സ്വാഗതം ആശംസിക്കുകയും കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സിബി ജോസഫ് K ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്തു. ഔദ്യോഗിക ചുമതലകൾക്കും പഠനത്തിനു പുറമെ അനവധി മേഖലകളിൽ മികവ് തെളിയിച്ച അധ്യാപകരെയും അനധ്യാപകരെയും വിദ്യാർത്ഥികളെയും പരിചയപ്പെടുത്തുന്നതിനുള്ള ഒരു സുവർണ അവസരമാണ് ഫേസസ് ഓഫ് SB ഒരുക്കുന്നത്. SB കോളേജ് NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഡെന്റൽ ആൻഡ് മെഡിക്കൽ ഹെൽത്ത് ക്യാമ്പ് നടന്നു. സമരറ്റൻ മെഡിക്കൽ ആൻഡ് ഡെന്റൽ കെയർ, ശങ്കേഴ്സ് ഹെൽത്ത് കെയർ ഡയഗ്നോസ്റ്റിക്സ് എന്നിവയുമായി സഹകരിച്ചുകൊണ്ട് SB കോളേജ് NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട സൗജന്യ ഡെന്റൽ ആൻഡ് മെഡിക്കൽ ഹെൽത്ത് ക്യാമ്പ് സമാപിച്ചു. അധ്യാപക അനധ്യാപകർ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 200ഓളം വ്യക്തികൾ ഈ ക്യാമ്പിന്റെ ഗുണഭോക്താക്കളായി. SB ദിസ് വീക്ക് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.